വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ 1.5 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണം ലോകത്തിന് നൽകുന്ന സൂചന അത് തന്നെയാണ്. ബുധനാഴ്ചയാണ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആ സുപ്രധാന ഫോൺ കോൾ നടന്നത്. യുക്രൈനിൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചായിരുന്നു ഇരു നേതാക്കളുടെയും പ്രധാന ചർച്ച. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ വാർഷികമായ മെയ് 9 ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാനാണ് റഷ്യയുടെ നീക്കം. റഷ്യൻ ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള ക്രെംലിന്റെ വക്താവ് യൂറി ഉഷാക്കോവാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയുടെ ഈ നിർദ്ദേശത്തിന് ഡൊണാൾഡ് ട്രംപ് പിന്തുണ അറിയിച്ചതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. റഷ്യയാണ് ഈ ഒരു നിർണായക ഫോൺ കോളിന് മുൻകൈ എടുത്തത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ സൗഹാർദ്ദപരവും ബിസിനസ് രീതിയിലുള്ളതുമായ ചർച്ചയായിരുന്നു ഇതെന്ന് ക്രെംലിൻ പറയുന്നു. ഇതിനിടെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. 2007 ശേഷം ആദ്യമായി മെയ് 9 റഷ്യയുടെ വിക്ടറി ഡേ പരേഡിൽ ഇത്തവണ സൈനിക ടാങ്കുകളും മിസൈലുകളും പ്രദർശിപ്പിക്കില്ല. നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് ഇതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. എന്നാൽ ഉക്രൈനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ തിരക്കിട്ട നീക്കങ്ങൾ. ഇറാൻ വിഷയവും ഈ ഫോൺ കോളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ നീട്ടാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ പുതിൻ പിന്തുണച്ചു. ഇതിന് പകരമായി ഇറാന്റെ സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയെ സഹായിക്കാമെന്നും പുതിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ മറുപടി അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ശൈലിയിലായിരുന്നു. നിങ്ങൾ എന്നെ സഹായിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്ന് ട്രംപ് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള CNN പറഞ്ഞു. വളരെ മികച്ച ചർച്ചയാണ് നടന്നതെന്നും ഉക്രൈൻ വിഷയത്തിൽ വളരെ വേഗം ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ട്രംപ്. ചുരുക്കത്തിൽ ഒരു വലിയ കൊടുക്കൽ വാങ്ങൽ നയമാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നത്. 2015 ആണവ കരാർ മാതൃകയിൽ ഇറാന്റെ സമ്പുഷ്ട യുറേനിയത്തിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുക്കുകയും പകരം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉക്രൈനിൽ വെടിനിർത്തൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ തന്ത്രം. എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾ ഒരു വലിയ യുദ്ധത്തിന് തിരശ്ശീല വീഴ്ത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.